ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഹംബിൾ റിക്വസ്റ്റ് പറയാം. ഇന്നത്തെ വീഡിയോ ഫുൾ കുറച്ച് ഷെയ്ക്കിയാണ് കേട്ടോ. ഫിലിമിനിടയിൽ ആ സ്റ്റാൻഡ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടില്ല. സോ സോറി ഫോർ ദാറ്റ്. എൻ്റെ കൂടെ നിന്ന് അതൊന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ. പക്ഷേ ഈ പേജിന്റെ വൈവ് അത് മിസ്സാക്കണ്ട. ഇന്ന് ഞാൻ വിചാരിച്ചത് നമുക്ക് ഈ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു ജേർണലിംഗ് ചെയ്യാനാണ്. ബിക്കോസ് എനിക്കറിയാം കുറേ പേര് പറയാറുണ്ട് മോച്ചി കുറേ സ്റ്റിക്കേഴ്സ് ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ സപ്ലൈസ് ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് ജേർണലിംഗ് ചെയ്യാത്തതെന്ന്. ബട്ട് സത്യത്തിൽ നമ്മുടെ മടിയാണ് മെയിൻ വില്ലൻ, അല്ലാതെ സപ്ലൈസ് അല്ല. ജേർണലിംഗ് ചെയ്യാൻ കുറെ കാശ് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ അറിയോ? ഇന്നത്തെ തീം തന്നെ അതാണ്, ദർ ഇസ് ബ്യൂട്ടി ഇൻ സിംപ്ലിസിറ്റി. ഓരോരോ പേജും മാസ്റ്റർ പീസ് ആക്കാൻ കുറെ സ്റ്റിക്കേഴ്സിന്റെയോ സപ്ലൈസിന്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മനസ്സിന് സമാധാനം തരുന്ന എന്ത് നല്ലതായാലും അത് മതി. ഞാൻ ഇവിടെ ജസ്റ്റ് കുറച്ച് കളേഴ്സും പിന്നെ കുറച്ച് പേഷ്യൻസും മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ സോഫ്റ്റ് പിങ്ക് ലൈൻസ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആക്ച്വലി ഇതൊരു മിനി മെഡിറ്റേഷൻ പോലെ എനിക്ക് തോന്നിയത്. ആ ഗ്യാപ്പിലെല്ലാം ഞാൻ ചെറിയ ചെറിയ ഹാർട്ട്സും കൂടിയും കൊടുത്തു. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഈ സിമ്പിൾ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ജേർണലിങ്ങിന് ഒരു സ്പെഷ്യൽ വാംത്ത് കൊടുക്കുന്നത്. ലെറ്ററിങ്ങിന് ഞാൻ നല്ല ബോൾഡ് കഴ്സീവ് സ്റ്റൈലാണ് സെലക്ട് ചെയ്തത്. എന്നാലേ ആ മെസ്സേജ് നല്ലോണം പോപ്പപ്പ് ആയിട്ട് വരുള്ളൂ. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ തടസ്സപ്പെടുത്തുന്നത്. സോ പ്ലീസ് സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. ജസ്റ്റ് ഒരു പെൻ എടുക്കുക, ഇഷ്ടമുള്ളൊരു കളർ എടുക്കുക, എന്നിട്ട് തുടങ്ങുക. റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ സന്തോഷമാവും. ഈ പേജ് കണ്ടപ്പോൾ നിങ്ങൾക്കും ഒരു പോസിറ്റീവ് ഫീൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. See you in the next one. Until then, happy journaling.